Shahed 131, Shahed 136, Gerbera Orlan 10, UJ-25 Skyline, Peklo, Hermes 900, Spike Firefly. ഗാസ ഇസ്രയേൽ സംഘർഷം, യുക്രൈൻ റഷ്യ സംഘർഷം എന്നിവയിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള അത്യാധുനിക യുദ്ധ ഉപകരണങ്ങളാണിവ. ശത്രുവിന്റെ പേടി സ്വപ്നമായ ആധുനിക ആയുധങ്ങൾ. ഗാസ, യുക്രൈൻ തുടങ്ങി പല യുദ്ധങ്ങൾ കണ്ട തലമുറയാണ് നമ്മുടേത്. യുദ്ധങ്ങൾക്ക് പിന്നാലെ ആഗോളതലത്തിൽ ആയുധ വിൽപ്പനയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കേട്ടുകേൾവി പോലുമില്ലാത്ത ആയുധങ്ങൾ യുദ്ധരംഗത്ത് ഇറക്കിയത് ലോകം വാപൊളിച്ചു കണ്ടു നിന്നിട്ടുണ്ട്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പുതിയ പഠനങ്ങൾ പ്രകാരം ആഗോളതലത്തിൽ 100-ലധികം ആയുധ നിർമ്മാണ കമ്പനികൾക്ക് വലിയ ആദായം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2024 679 മില്യൺ നേട്ടമുണ്ടാക്കിയതായാണ് കണക്കുകൾ. സമീപകാലത്ത് പലസ്തീനിൽ ഇസ്രയേൽ നടത്തിയ വംശഹത്യയും യുക്രൈൻ റഷ്യ യുദ്ധവും കൂടാതെ പ്രാദേശികവും ആഗോളതലത്തിലും നിലനിൽക്കുന്ന സംഘർഷങ്ങളും ആയുധ നിർമ്മാണ കമ്പനികൾക്കും വിതരണക്കാർക്കും ഒരുപോലെ വലിയ നേട്ടമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. ആഭ്യന്തരവും അന്താരാഷ്ട്ര തലത്തിലുമുള്ള ഉപഭോക്താക്കൾക്ക് മുൻവർഷത്തെ അപേക്ഷിച്ച് 5.9% വളർച്ചയുണ്ടായത് SIPRI തിങ്കളാഴ്ച പുറപ്പെടുവിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ആഗോളതലത്തിൽ കൂടുതലും നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് യൂറോപ്പിലും അമേരിക്കയിലും നിലനിൽക്കുന്ന കമ്പനികളാണ്. ചൈനീസ് ആയുധ വ്യവസായവുമായി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഏഷ്യയും ഓഷ്യാനിയയും മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കി എല്ലാ ആയുധ നിർമ്മാണ കമ്പനികൾക്കും പ്രതിവർഷമുള്ള സ്ഥിരമായി ലഭിക്കാറുള്ള നേട്ടം ഇത്തവണയും അവകാശപ്പെടാനുണ്ട്. US-ൽ ലോക്ഹീഡ് മാർട്ടിൻ, നോർത്രോപ്പ് ഗ്രമൻ, ജനറൽ ഡൈനാമിക്സ് എന്നീ കമ്പനികളാണ് മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ മികച്ച 100 ആയുധ കമ്പനികൾ 3.8% ലാഭവിഹിതം ഉയർത്തിയത്. US-ലെ 39 കമ്പനികളിൽ 30 കമ്പനികളും ഇത്തവണ നേട്ടം ഉണ്ടാക്കിയവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആഗോള സൈനിക നിർമ്മാണ കമ്പനികളിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനിയും ഇടം നേടി. 2023 ശ്രദ്ധേയമായ ഇരട്ടി വരുമാനത്തിന് ശേഷം ഇത് ആദ്യമായാണ് മസ്കിന്റെ കമ്പനി ലിസ്റ്റിൽ ഉയർന്നു നിൽക്കുന്നത്. SIPRI പുറത്തുവിട്ട കണക്കുകളിൽ ഏറ്റവും മികച്ച 100 ആയുധ കമ്പനികളിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ആദ്യ 9 സ്ഥാനങ്ങളിൽ ഇടം പിടിക്കുന്നത് ഇതാദ്യമായാണ്. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വംശഹത്യയ്ക്ക് പിന്നാലെ 3 ഇസ്രയേലി ആയുധ കമ്പനികളും സംയുക്തമായി നേടിയത് 16% നേട്ടമാണ്. ആക്രമണത്തിന്റെ ആദ്യ 6 ദിവസങ്ങളിൽ മാത്രം 6000 ബോംബുകളാണ് ഗാസ തുരുത്തിനെ ചാരമാക്കാൻ ഇസ്രയേൽ വർഷിച്ചത്. കരയാക്രമണം ആരംഭിച്ചതോടെ ബോംബാക്രമണം പിന്നെയും തീവ്രത കൂട്ടി. സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് പുറമെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയാണ്. ലോകത്തെ തന്നെ അടക്കി ഭരിക്കുന്ന കച്ചവടങ്ങളിൽ ഒന്നാണ് ആയുധ കച്ചവടം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ചൈന അവസരമാക്കി മാറ്റിയതായി US കോൺഗ്രസിന്റെ പാനൽ റിപ്പോർട്ടും ഇതിന് സാധുത നൽകുന്നതുണ്ട്. തങ്ങൾ വികസിപ്പിച്ച ആയുധങ്ങളുടെ മേന്മ എത്രത്തോളമുണ്ടെന്ന് കാണിക്കാനുള്ള തന്ത്രങ്ങൾ സംഘർഷ സമയത്ത് ചൈന നടപ്പിലാക്കിയെന്നാണ് US കോൺഗ്രസ് പാനൽ റിപ്പോർട്ടിൽ പറയുന്നത്. US ചൈന സാമ്പത്തിക സുരക്ഷാ അവലോകന കമ്മീഷന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. 4 ദിവസത്തോളം നീണ്ട ഓപ്പറേഷൻ സിന്ദൂറിനെ തത്സമയ പരീക്ഷണമായിട്ടാണ് ചൈന കണക്കാക്കിയതെന്നാണ് കമ്മീഷൻ റിപ്പോർട്ട് പ്രതിപാദിക്കുന്നത്. ചൈനീസ് ആയുധങ്ങൾ ഒരു സജീവ പോരാട്ടത്തിൽ വിന്യസിക്കപ്പെടുന്നത് ആദ്യമായിട്ടായിരുന്നു. ഈ അവസരം ചൈന വിദഗ്ധമായി മുതലാക്കി. HQ-9 എയർ ഡിഫൻസ് സിസ്റ്റം, PL-15 എയർ ടു എയർ മിസൈലുകൾ, J-10 യുദ്ധവിമാനങ്ങൾ എന്നിവയെ ആഗോളതലത്തിൽ മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം ഇതിലൂടെ ചൈനയ്ക്ക് ലഭിക്കുകയായിരുന്നു. സൈനിക നടപടി ഉണ്ടാകുമ്പോൾ തങ്ങളുടെ ആയുധങ്ങളുടെ പ്രകടനം എങ്ങനെയാകും എന്നതിന്റെ വിവരങ്ങളും ചൈനയ്ക്ക് ഇതിലൂടെ ലഭിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സംഘർഷത്തിനു ശേഷം ചൈന തങ്ങളുടെ ആയുധ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായുള്ള നടപടികൾക്കും തുടക്കമിട്ടിട്ടുണ്ട്. ഫ്രഞ്ച് റഫേൽ യുദ്ധവിമാനത്തിന്റെ വിൽപ്പനയെ തകർക്കാൻ ലക്ഷ്യമിട്ട വ്യാജ പ്രചാരണങ്ങളും നടന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തം. ഇക്കാര്യം ഫ്രഞ്ച് ഇന്റലിജൻസും നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്ന കാര്യമാണ്. ചൈനീസ് നിർമ്മിത J-35 യുദ്ധവിമാനങ്ങളുടെ ആഗോള വിൽപ്പന വർദ്ധിപ്പിക്കാനാണ് ഇത്തരമൊരു നീക്കം നടത്തിയിട്ടുള്ളത്. യുദ്ധവുമായി ബന്ധപ്പെട്ട ശാരീരിക ആകുലതകൾ കൂടാതെ മാനസികമായും തകർന്ന നിലയിലാണ് ഇപ്പോൾ ഗാസയുള്ളത്. 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വംശഹത്യാ യുദ്ധം ഇസ്രയേലിലെ ജനങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചതായി മാനസികാരോഗ്യ സംഘടനകളും ഇസ്രയേൽ മാധ്യമങ്ങളും സഹിതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ശിഥിലമാക്കിയ മാനസിക പ്രശ്നങ്ങൾ കാരണം 20 ദശലക്ഷം ആളുകൾക്ക് പിന്തുണ ആവശ്യമാണെന്ന് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രയേലിൽ മാനസിക പിന്തുണ ആവശ്യമുള്ള ആളുകളുടെ എണ്ണത്തിൽ കുത്തനെയുള്ള വർധനവുണ്ടായതായി മാനസികാരോഗ്യ വിദഗ്ധരെ ഉദ്ധരിച്ച് ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇത് പരിഹരിക്കാൻ ആവശ്യമായ തെറാപ്പിസ്റ്റുകളുടെയും മറ്റ് മാനസികാരോഗ്യം ഉറപ്പാക്കുന്ന സേവനങ്ങളുടെയും കടുത്ത ക്ഷാമം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. കഴിഞ്ഞയാഴ്ച ഇസ്രയേലിലെ 8 പ്രധാന മാനസികാരോഗ്യ സംഘടനകളുടെ ഒരു കൂട്ടായ്മ സർക്കാരിന് അടിയന്തര മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള വർധനവാണ് മാനസിക രോഗങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നും പ്രത്യേകിച്ച് ഗാസയിലുള്ളവരുടെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പിൽ സൂചന നൽകുന്നുണ്ട്. ദീർഘകാലത്തെ സംഘർഷവും ആഘാതവും പലരെയും വിഷാദം, ഉത്കണ്ഠ, ഭ്രാന്തമായ ചിന്തകൾ, ക്ഷീണം എന്നീ ലക്ഷണങ്ങളിലേക്ക് നയിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ മുന്നോട്ടു പോയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന്, ഭാവി തലമുറകളെ ബാധിക്കുമെന്നത് സഹിതം പൊതുജനങ്ങളുടെ സുരക്ഷിതത്വത്തിന് തകർച്ചയുണ്ടാകുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം പലസ്തീൻ മരണസംഖ്യ 70,000 കവിഞ്ഞതായി ഗാസ ആരോഗ്യ മന്ത്രാലയം ശനിയാഴ്ചയാണ് അറിയിച്ചിട്ടുള്ളത്. പ്രദേശത്തിന്റെ തെക്ക് ഭാഗത്ത് ഇസ്രയേൽ വെടിവയ്പിൽ 2 പലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെട്ടതും ഈ കണക്കിലേക്ക് ആളുകളെ കൂട്ടുകയാണ്. ഒക്ടോബർ 10 പുതിയ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് മറുപടിയായി ഇസ്രയേൽ ഇപ്പോഴും ആക്രമണം നടത്തുന്നു. യുദ്ധത്തിന്റെ ആദ്യകാലങ്ങളിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുക്കുന്നുണ്ട്. പലസ്തീനിലെ മരണസംഖ്യ ഇപ്പോൾ 70,100 ആണെന്ന് ആരോഗ്യ മന്ത്രാലയം കണക്കിൽ വ്യക്തം. ഹമാസ് നടത്തുന്ന സർക്കാരിനു കീഴിലാണ് മന്ത്രാലയം പ്രവർത്തിക്കുന്നത്. മെഡിക്കൽ പ്രൊഫഷണലുകളാണ് ഇതിൽ ജോലി ചെയ്യുന്നത്. കൂടാതെ അന്താരാഷ്ട്ര സമൂഹം പൊതുവെ വിശ്വസനീയമെന്ന് കരുതുന്ന വിശദമായ രേഖകൾ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം അവസാനിച്ചുവെങ്കിലും യുദ്ധം നൽകിയ ആഘാതം മാറാൻ വർഷങ്ങളെടുത്തേക്കാം.